ഇന്ന് നമ്മൾ തുടങ്ങിയത് തന്നെ ഉക്രൈനിൽ നടക്കുന്ന സെലൻസ്കിക്കെതിരെ നടക്കുന്ന പ്രൊട്ടസ്റ്റ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഉക്രൈനിലെ സെലൻസ്കിക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നേരിടേണ്ടി വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ ഡോഡ്ജ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ആ ഡോഡ്ജിൽ US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ട്രഷറിയിൽ നിന്നും NGO വഴി ഫണ്ട് 350 ബില്യൺ എമൗണ്ട് ഉക്രൈനിലേക്ക് ആയുധം മേടിക്കാൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ജോ ബൈഡൻ. അപ്പോൾ അതിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഇപ്പം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഈ ഡോഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് പുറത്തു പോയതിനു ശേഷം കുറച്ച് സൈലൻ്റ് ആയിട്ട് തന്നെ ഇരുന്നത്. പക്ഷേ ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ വായിൽ കോലിട്ട് ഇളക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഒബാമ നടത്തിയതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉക്രൈനിലെ സെലൻസ്കി. അതിപ്പോൾ എന്താണ് സംഭവിച്ചാൽ, ഈ ഡെമോക്രാറ്റുകളാണല്ലോ ഉക്രൈനിലെ സെലൻസ്കിയെ പരിപോഷിപ്പിച്ച് ഈ യുദ്ധം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ഈ പോക്കറ്റ് മണികളുടെ കണക്കെല്ലാം തന്നെ ഇപ്പം ട്രംപ് ഇഴകീറി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കാരണമായി തീർന്നത്, പണ്ട് ഡൊണാൾഡ് ട്രംപിന് എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഈ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ വ്യക്തി ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് ട്രംപിൻ്റെ അടുത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ട്രംപിനും എപ്സ്റ്റീനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് ഭരണകൂടം. ട്രംപിനും എപ്സ്റ്റീനും ബന്ധമുണ്ടായിരുന്നുള്ളതിൽ ഡൗട്ടൊന്നുമില്ല. 1990, 92, 93 കാലഘട്ടങ്ങളിലെ വീഡിയോ ഫൂട്ടേജ് എല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിലെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാണ്. അപ്പോൾ ഒന്നും തന്നെ അതിനകത്ത് ചെയ്യാനില്ല. വേണമെങ്കിൽ കുറച്ച് നെയിമൊക്കെ ടാർണിഷ് ചെയ്യാം. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പേരിൽ ഇലക്ഷൻ ജയിക്കുന്നതിന് മുമ്പായിട്ട് പല കേസുകളുണ്ടായിരുന്നു അമേരിക്കൻ കോടതിയിൽ. ആ കോടതി തന്നെ ആ കേസുകളെല്ലാം എഴുതിത്തള്ളുകയാണ് ചെയ്തത്. കാരണം അതൊന്നും, അതായത് ഈ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ ഇത്രയും അലിഗേഷൻസ് കോടതിയിൽ, അതായത് 2020 ഇലക്ഷൻ പരാജയപ്പെട്ട് ട്രംപ് നേരിട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട്. തുടരെ കോടതിയിൽ കയറി ഇറങ്ങി പല കേസുകളും ഫേസ് ചെയ്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഈ കേസുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇലക്ഷനിൽ മത്സരിക്കുകയും മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയം നേടി അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത്. ഇതേപോലത്തെ ചില്ലറ കേസുകൾക്കൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ള രീതിയിലാണ് കോടതി ആ ജനവിധിക്ക് മുന്നിൽ ജനവിധിയെ മാനിച്ചുകൊണ്ട് ആ കേസുകളൊക്കെ എഴുതിത്തള്ളിയത്. അപ്പോൾ ആ സാഹചര്യത്തിൽ വീണ്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബറാക് ഒബാമ എന്ന് പറഞ്ഞ വ്യക്തി, ആ ഒരു സംഘടന, ഈ ഡെമോക്രാറ്റിക് ഭരണകൂടം, അവർ മൊത്തത്തിൽ ട്രംപിൻ്റെ പുറകിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പം എപ്സ്റ്റീൻ്റെ കഥയിൽ നിന്നും തുടങ്ങി, അതായത് എപ്സ്റ്റീനും ഇയാൾക്കും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ പല സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വിറ്റ്നസ്ഡ് ആയത് ഒരു എപ്സ്റ്റീൻ ആണ് എന്നുള്ള നിലയിലൊക്കെ പല രീതിയിലുള്ള അതായത് അപമാനിക്കുന്ന തരത്തിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഡെമോക്രാറ്റുകൾ വളരെ ഡിസിപ്ലിനായിട്ട് സ്ട്രക്ചറലായിട്ട് കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപ് പറഞ്ഞത് അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത്. ഒരു അലിഗേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് 2016 ഇലക്ഷനിൽ റഷ്യൻ ഇൻവോൾവ്മെൻറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടും അതിന് ശക്തമായ തെളിവുകളുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഒബാമ കെട്ടിച്ചമച്ചത്. ഇത് ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റിൽ നിന്നും ഏതാണ്ട് 100ഓളം ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റുകൾ ഡീക്ലാസിഫൈഡ് ചെയ്തതിൽ ട്രംപിന് മനസ്സിലാക്കാൻ പറ്റിയ വിഷയമാണ്. ഇത് ഒബാമ തന്നെ കുക്ഡപ്പ് ചെയ്ത സ്റ്റോറിയാണെന്നുള്ളതാണ് ഈ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ഇപ്പം അലിഗേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നത് തുൾസി ഗാബർഡ്. ഈ തുൾസി ഗാബർഡാണ് ഇപ്പം നിലവിലെ CIA തലപ്പത്തിരിക്കുന്ന ആൾ. അപ്പോൾ ഈ തുൾസി ഗബാർഡിനെയും കൂടി ഇവർ ഇപ്പം ഈ ഒരു മിസ് കോൺടാക്ട് എന്നുള്ള രീതിയിൽ ഒരു അലിഗേഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ ഡെമോക്രാറ്റുകൾ. കാരണം ഇന്റലിജൻസ് എന്ന് പറയുന്നത് രഹസ്യമായിട്ട് ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിച്ചു വെക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ്. ഈ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ഡീക്ലാസിഫൈഡ് ചെയ്തതിൽ അവർക്ക് വിയോജിപ്പുണ്ട്. റഷ്യയുടെ ഇടപെടലിൽ തുൾസി ഗബാർഡിനും കൂടി പങ്കുണ്ട് എന്ന് തുൾസി ഗബാർഡിനെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് തുൾസി ഗബാർഡിനെ റിസിഗ്നേഷൻ ചെയ്യണം. അതായത് തുൾസി ഗബാർഡ് ഈ പൊസിഷനിൽ ഇരിക്കാൻ അർഹയല്ല, അതുകൊണ്ട് അവർ റിസൈൻ ചെയ്യണം എന്നുള്ള വാദവും കൂടി ഡെമോക്രാറ്റുകൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ, ഇതാണ് ഈ ഒരു വിഷയം. ഇപ്പം ഈ വിഷയത്തിനെതിരെയാണ് ബറാക് ഒബാമയെ വളരെ ശക്തമായ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് വിമർശിക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതായത് ഇതിനു മുമ്പ് ഇട്ട വീഡിയോ കണ്ടവർക്ക് എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു വിഷയം ബറാക് ഒബാമയുടെ മേൽ ആരോപിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ്. അടുത്തത് ബെയ്റൂത്തിൽ പ്രൊട്ടസ്റ്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഗാസക്കാർക്ക് ഫുഡ് കൊടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ
ഗാസയിലെ പട്ടിണിയെക്കുറിച്ച് ഇപ്പം ആഗോളതലത്തിൽ തന്നെ ഭയങ്കര ചർച്ചയാണ്. ഇപ്പം ഇതാണ് മീഡിയ പ്രൊപ്പഗൻഡ, മനസ്സിലായി? ഇതാണ് ഇപ്പം മാധ്യമങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്ന വിഷയം. ഇത്രയും നാളും ഗാസക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ലക്ഷറി ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫുഡ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. കുറെ കൊച്ചു കുട്ടികളുടെ ഇമേജസ് ഒക്കെ അവർ പുറത്ത് വിടുന്നുണ്ട്. അതൊക്കെ ഇമേജസ് മാത്രമാണ്. ഒരു കുട്ടി ഇങ്ങനെ ഉണങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് സർട്ടൻ ഡ്യൂറേഷൻ ഉണ്ട്. 1-2 മാസം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ന്യൂട്രീഷൻ റിച്ച് ഉള്ള ഭക്ഷണം ഇപ്പോൾ ഒരു 2 മാസം കൊണ്ട് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കൈയും കാലൊന്നും ഇങ്ങനെ ആവത്തില്ല. അത് ഒന്നാമത് മനസ്സിലാക്കണം. അപ്പം അതായത് ഇതിനു വേണ്ടി തന്നെ ഹമാസ് ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്ത് എടുക്കുന്നതാണോ, അതായത് ഈ ഒരു പ്രൊപ്പഗൻഡ മുന്നോട്ട് ചലിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ കുട്ടികളെ മനഃപൂർവ്വം ഇങ്ങനെ ആക്കി തീർക്കുന്നതാണോ എന്ന് വരെ സംശയിക്കേണ്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവർക്ക് പുണ്യപ്രവൃത്തികളാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. അതാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഹമാസ് പുറത്തുവിടുന്ന ആ ഒരു ഇമേജിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അതിനെക്കുറിച്ച് ഒരു കൗൺസിൽ രൂപീകരിച്ച് ഇപ്പം UN ആണ് അതിനുവേണ്ടി വരുന്നെങ്കിൽ UN ഇസ്രായേലി റെപ്രസെൻറ്റേറ്റീവിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ. അല്ലാതെ യുണൈറ്റഡ് നേഷൻസ് മാത്രം വന്നിട്ട് UNRWAയുടെ കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ മാത്രം വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം ഓക്കെ അടിച്ച് പോയിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. ബെയ്റൂത്തിലൊരു പ്രൊട്ടസ്റ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ശരിക്കും ഇരവാദം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം അവർക്ക് മനസ്സിലായി ഹമാസ് വീഴുന്നു, ഹമാസിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്നലെ ഇസ്രായേൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഹമാസ് ഓൾമോസ്റ്റ് ഇസ് ഡൺ, ഹമാസ് ഓൾമോസ്റ്റ് പരാജയത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു, ഇനി ഞങ്ങൾ ഹെസ്ബുള്ളയുടെ അടുത്തേക്കും കൂടി വരും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇന്നലെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഹൂത്തികളുടെ മേൽ യമനിലേക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ജുദേയ സമാരിയ എന്ന് പറഞ്ഞ 2 ആ ഒരു പ്രൊവിൻസിനെ കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ കണക്ഷൻ ഇസ്രായേലിനോട് ഉണ്ടായിരുന്നതിനെ കുറിച്ചും നെസറ്റിൽ ഒരു റെഫറൻഡം വെച്ചിട്ടുണ്ടായിരുന്നു. ആ റെഫറൻഡം പാസ്സായിരിക്കുകയാണ് നെസറ്റിൽ. അതായത് ജുദേയ സമാരിയ അനക്സേഷനെ കുറിച്ചുള്ള റെഫറൻഡമാണ് പാസ്സായിരിക്കുന്നത്. പിന്നെ ഇതാണ് കുറച്ച് വിചിത്രം. ഈ വിചിത്രം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ പോരാളികൾ, തീവ്രവാദികൾ, അല്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ ഹമാസിൻ്റെ ആൾക്കാർ, അവർ ടണലിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. ഈ ടണലിൻ്റെ ഉള്ളിലിരുന്ന് ഇവർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്, ബനാന, മാംഗോ, ഭയങ്കര റിച്ച് ഫുഡാണ് അവർ അവിടെ നിന്ന് കഴിക്കുന്നത്. ബിരിയാണി, പല രീതിയിലുള്ള ഫുഡുണ്ട് അവിടെ. والموز موز والبلح بلح واللحم لحمه واليوم لفات رز ويا حبيبي وهم يغلب عليكم المانجا مانجا ابو بهجت والموز موز يا ابو بهجت والتفاح والبلح بلح يا ابو بهجت واليوم 5 لفات رز قدحت يا ابو بهجت وراحن عليك يا ابو خالد راحت عليك الخير كله كب علينا يا ابو خالد ان شاء الله يا اخوان. ابو خالد مش حيقصر حيجيب لكم عام مبرومه يخلف على اللي جابه خسر والله مطمنه طعمه ويخلف على الاخ ابو بكر بعت لنا مانجا وبلح وموز الاخ ابو بكر وحلب من عند ام احمد مرت هنا ابو دقه بعت لنا حلب يا ناس يلا يا حاج. നേരെ മറിച്ച് ഇപ്പുറത്ത് കാണുന്ന ആ ഒരു വിഷ്വൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഇവർ നയിക്കുന്ന, അതായത് ഈ ലീഡേഴ്സ് നയിക്കുന്ന ഗാസയിലെ ജനങ്ങൾ പെടുന്ന അവസ്ഥ. അവർ ഡെയിലി ഓരോ നേരവും പ്ലേറ്റ് എടുത്തുകൊണ്ട് ഓടുകയാണ്. എവിടെയാണ് ഫ്രീ ഫുഡ് കൊടുക്കുന്നത് അവിടെ പോയി മേടിക്കാന്ന് പറഞ്ഞിട്ട് ഓടിത്തള്ളുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആരാണ് യഥാർത്ഥ ലീഡർ? പാത്രം എടുത്തുകൊണ്ട് ഈ ഓടിത്തള്ളുന്ന ഈ ജനങ്ങളില്ലേ, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇസ്രായേൽ, അതുപോലെ തന്നെ GHF എന്ന് പറഞ്ഞ അമേരിക്കൻ സംഘടന, ഇവരൊക്കെ ചേർന്നാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത്. ഇവര് ഗാസയ്ക്കുള്ളിൽ കടന്നു വരുന്ന 7 ട്രക്കിനെ തോക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഡ്രൈവറൊക്കെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടിട്ട് ഇവര് വണ്ടി അങ്ങ് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകും. അതിന് കല്ലെടുത്തെറിയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇവർ മോട്ടിച്ച് കൊണ്ടുവച്ചിട്ട് ആഘോഷിച്ച് പിന്നെ ടണലിൻ്റെ ഉള്ളിൽ, മാളത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന് നല്ല ഫുഡ് അടിക്കുകയാണ്. ആ 2 വിഷ്വലിൻ്റെ കമ്പാരിസനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്.
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരും കൂടി ഇപ്പോൾ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാസയിൽ ഇത്രയും നാളും ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ എല്ലാം പൊട്ടിമുളച്ച് വരികയാണ്. കാരണം എന്താണ്? ഹമാസ് അവിടെ ഇനിയിപ്പോൾ ഇല്ലാതാവാൻ പോവാണ്. അതാണ് സംഭവം. അപ്പോൾ എങ്ങനെയെങ്കിലും അതൊന്ന് പിടിച്ചു നിർത്തണം. അപ്പോൾ ഈ ഹമാസ് ഉന്നത സ്ഥലങ്ങളിലേക്ക് കയറ്റി വിട്ട കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. UN-ലേക്ക് ഇൻഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ടാവും, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഇൻഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ടാവും, വേൾഡ് ട്രേഡ് സെൻറ്ററുകളിൽ ഇൻഫിൽട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല സംഘടനകളിലും എന്തിനു ഭേദം ഇന്റർനാഷണൽ കോർട്ടിൽ വരെ അവരുടെ ആൾക്കാരുണ്ട്. ആ ഉന്നത നിലയിലുള്ള ആൾക്കാരുടെ പ്രഷറാണ് ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഗ്ലോബലി കാണാൻ കഴിയുന്നത്. ഈ രീതിയിലുള്ള ഒരു മാധ്യമ പ്രൊപ്പഗൻഡയുടെയും വിഷയങ്ങളായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു വീഡിയോ ഫുട്ടേജ്, ഗാസയ്ക്കുള്ളിലുള്ള അവസ്ഥ, അവിടെ എങ്ങനെയാണ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്, എന്താണ് ഏതാണ്, എത്ര കുട്ടികൾക്കാണ് ഭക്ഷണം കിട്ടാത്തത്, ആർക്കൊക്കെയാണ് മാൽന്യൂട്രീഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഫുട്ടേജ്. ഇവരൊക്കെ ശരിക്കും ഗാസയ്ക്കുള്ളിൽ വന്നിട്ട് ഫുൾ ഡേറ്റ സഹിതം എടുത്ത് കംപ്ലീറ്റ് റിപ്പോർട്ടാണ് ഇവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വീഡിയോ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഫുട്ടേജ് പല തരത്തിലുള്ള ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും തക്കതായ മറുപടി അതിന് കൊടുത്തിട്ടുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഈ ഒരു വീഡിയോയെ ഭയങ്കര ഓത്തന്റിസിറ്റിയോട് ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ കിടന്ന വീഡിയോസിനെ എടുത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ UN കൊണ്ട് പ്രദർശിപ്പിച്ചപ്പോഴത്തേക്കും അന്റോണിയോ ഗുട്ടറസിന് പെട്ടെന്നൊരു സ്നേഹം. അങ്ങനെ അന്റോണിയോ ഗുട്ടറസ് ഉടനെ തന്നെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസും നടപടികളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ പ്രസംഗമൊക്കെ നടത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.